അതെ, ക്യാൻസറാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം ആളുകളുടെ ഇഷ്ടം ഒരുപാട് പിടിച്ചുപറ്റി, പിന്നീട് അതേ മനുഷ്യരെ വെറുപ്പിച്ച് പലതരം പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമൊക്കെ ഇരയായ ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് രേണു സുധി. സുധി എന്ന അന്തരിച്ച ഹാസ്യ കലാകാരൻ്റെ ഭാര്യ എന്നതിനപ്പുറം അവർ സ്വന്തമായിട്ട് ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിലും മനുഷ്യർക്കിടയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ രേണു സുധിയെ പറ്റി സംസാരിക്കുന്നത്, അവരൊരു ചർച്ചാ വിഷയമാകുന്നത് അവരുടെ അസുഖത്തിൻ്റെ പേരിലാണ്. അവർക്ക് ക്യാൻസർ രോഗമാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. അവരുടെ കക്ഷത്തിലേക്കും ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കുമൊക്കെ ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു വെളിപ്പെടുത്തലിന് ശേഷവും ഒരുപാട് പേർ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ആദ്യം ഏറ്റവും അധികം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരാദ്യം സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ചെയ്തപ്പോൾ അവർ ജീവിച്ചു പോയിക്കോട്ടെ, മഞ്ജു വാര്യർക്കും ഐശ്വര്യ റായ്ക്കും മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ, അഭിനയിച്ചാൽ പോരാ, അഭിനയിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും, അഭിനയത്തിലൂടെ വരുമാനം കിട്ടുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്, അതിനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, അവരത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. അതിനുശേഷം അവർ ഈ സോഷ്യൽ മീഡിയയുടെ മായാലോകത്ത് അകപ്പെട്ട് എല്ലായിടത്തും എന്ത് കോമാളിത്തരം കാണിച്ചും എന്ത് സംസ്കാരമില്ലായ്മ കാണിച്ചും പണം മാത്രം കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഒരിക്കലും അവരെ കളിയാക്കിയിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ആളുകളിൽ നിന്ന് അവർക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ രൂപത്തെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, സംസാരിക്കുന്ന രീതിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് കളിയാക്കലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരം ട്രോളുകൾക്ക് വിധേയയാകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രേണു സുധി. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനയായിട്ടാണ് അവർ പറഞ്ഞത്, ക്യാൻസറിൻ്റെ 3ാമത്തെ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു നിസ്സാര രോഗമല്ല, നമ്മളെല്ലാം ഭയത്തോടു കൂടി കാണുന്ന രോഗമാണ്. ശത്രുക്കൾക്ക് പോലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അതിൻ്റെ വേദന ഭയാനകമാണ്. അത് ചികിത്സിച്ച് മാറ്റാനുള്ള പ്രയാസം ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ അവർ പറയുമ്പോഴും അതിന് താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ, ഇത് അവരുടെ അഭിനയമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം, റീച്ചിന് വേണ്ടി സ്വന്തം അസുഖത്തെ വിൽക്കുകയാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ, പിന്നെ നിനക്കിത് വരേണ്ടതായിരുന്നു, നീ മാറിടം കാണിച്ചല്ലേ സബ്സ്ക്രിപ്ഷൻ കൂട്ടിയത്, അല്ലെങ്കിൽ ആളുകളെ ലൈവിൽ വിളിച്ചു കയറ്റിയത്, ആ മാറിടത്തിൽ തന്നെ നിനക്ക് അസുഖം വരണമായിരുന്നു എന്ന് പറയുന്നവർ, നിന്റെ അഹങ്കാരത്തിനുള്ള കൂലി ദൈവം തന്നതാണ് എന്ന് ശപിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ കൊണ്ട് ഇവരുടെ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞുകൂടാ. കാരണം മനുഷ്യർക്ക് ആർക്കും ഏത് സമയവും ഒരു അസുഖം വരാം. അസുഖത്തിന് നല്ലവനെന്നോ മോശക്കാരനെന്നോ ഉള്ള ഭേദമില്ല. കാരണം നമ്മുടെ ശരീരം ഒരുപാട് കോശങ്ങളാൽ നിർമ്മിതമാണ്, ഒരുപാട് സെല്ലുകളുണ്ട്. അതിലേതെങ്കിലും ഒന്നിന്, ഏതെങ്കിലും ഒരു ഞരമ്പിന് ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ മതി, അത് ഒരു മാരകമായിട്ടുള്ള രോഗമായി തന്നെ മാറിയേക്കാം. അതുകൊണ്ട് ഒരാൾക്കൊരു രോഗാവസ്ഥ വരുമ്പോൾ അത് നീ ചെയ്തതിനുള്ള കൂലിയാണ്, അഹങ്കാരത്തിൻ്റെ ഫലമാണ് എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചിലർ മരണപ്പെടുമ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാം, അവൻ അതേ വരുള്ളൂ, അവനെ അനുഭവിക്കാനുള്ള യോഗമുണ്ടായില്ലല്ലോ, ദൈവം കൊടുത്ത ശിക്ഷയാണ്, ദൈവം കൊടുത്ത കൂലിയാണ്. അങ്ങനൊന്നും പറഞ്ഞുകൂടാ. മരണം എന്ന് പറയുന്നതും രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. നമ്മൾ പറയാറില്ലേ, ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും അത് കയറി വരാം, പെട്ടെന്ന് ശ്വാസം നിലയ്ക്കാം. അതുകൊണ്ട് അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. പിന്നെ അവർ റീച്ചിന് വേണ്ടി പറയുന്നതാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. അവർ ആശുപത്രിയിൽ പോയ സമയത്തെ വീഡിയോകളുമൊക്കെ പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. കുറേ നാളുകൾ കൊണ്ട് ഇങ്ങനെ ഊഹങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ഇവർക്ക് അസുഖമാണോ. ഇതറിയുന്നതിന് മുമ്പ് തന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ എടുത്തിട്ട് അതും വിൽപ്പനയ്ക്ക് വെച്ച് അതും കാശാക്കിയിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ അവരുടെ വായ കൊണ്ട് അവർ കൃത്യമായിട്ട് ആ വിഷയം പറയുന്നത്. സ്ത്രീകളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ പറയുന്നത് പ്രകാരം 15ാമത്തെ വയസ്സിൽ ഒരു മുഴ, ചെറിയ മുഴ അവരുടെ മാറിടത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ അത് കാര്യമാക്കിയില്ല. 15 വയസ്സിൽ നിന്ന് അവർക്കിപ്പോൾ 34 വയസ്സുണ്ട്. ഇത്രയും നാൾ ആ മുഴയുമായിട്ട് നടന്നു. ആ മുഴ ക്യാൻസറായിട്ട് മാറുകയായിരുന്നു. ആദ്യമായിരുന്നെങ്കിൽ അതിനെ എടുത്തങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു, ക്യാൻസർ ആകില്ല. പക്ഷേ ഇത്രയും നാളത് വെച്ചുകൊണ്ടിരുന്നു. ക്യാൻസർ ആണ് എന്നറിഞ്ഞതിന് ശേഷവും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ സബ്സ്ക്രിപ്ഷൻ ലൈവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്, പ്രൈവറ്റ് സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തുമല്ലോ, ഇങ്ങനെ ചാനൽ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ലൈവുകളൊക്കെ സ്ത്രീകൾ നടത്തുമല്ലോ, അതൊക്കെ നടത്തിയത് ഇങ്ങനെയുള്ള ചിലവുകൾ കണ്ടെത്തുന്നതിന് കൂടി വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ
മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താമായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത്, അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്കൊക്കെ അവർ പോകുന്നുണ്ട്, ഡാൻസ് ബാറുകളിലൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ചെറിയ ചെറിയ സിനിമകളിൽ, ഷോർട്ട് ഫിലിമുകളിൽ, റീൽസുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടൊക്കെ ആണെങ്കിലും അവർക്കതിനുള്ള വരുമാനം കണ്ടെത്താമായിരുന്നു. അല്ലെങ്കിൽ എത്രയോ ധനസമാഹരണ പദ്ധതികളൊക്കെ ഇവിടെ നടക്കുന്നു. സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതിനുള്ള ധനസമാഹരണം നടത്തുന്നതിന്. എത്രയോ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് പണം 1-2 ദിവസങ്ങൾ കൊണ്ട് കേരളം കണ്ടെത്തിയ ചരിത്രമുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ന്യായമല്ല. നമ്മളുടെ ചികിത്സയ്ക്ക് വേണ്ടി, അല്ലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരം തുറന്ന് കാണിച്ചു കൊടുത്തു പബ്ലിക്കിന് മുന്നിൽ എന്നതൊന്നും ഒരു ന്യായീകരണമല്ല. ഇപ്പോഴും ഞാൻ എന്തൊക്കെയാണോ രേണുസുധിയെ അന്ന് വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ വിഷമമുണ്ട്. ഈ ശത്രുക്കൾക്ക് പോലും രോഗങ്ങളൊന്നും വരരുത്, അവർ ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്, ജീവിക്കട്ടെ, 2 കുഞ്ഞുങ്ങളുണ്ട്, മൂത്ത മകനുമായിട്ട് അത്ര അടുപ്പത്തിലല്ല എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും 2 ആൺകുഞ്ഞുങ്ങളാണ്, ഇളയ കുഞ്ഞ് തീരെ ചെറുതാണ്, അവർക്കും പ്രായം കുറവാണ്, 34 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രായമായ ഒരാൾക്ക് ക്യാൻസർ വരട്ടെ, മരിച്ചു പോകട്ടെ എന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതം ഇനിയും ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണും, കുഞ്ഞുങ്ങളെ വളർത്താനും അവർ വലുതായി കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരെയും പോലെ മജ്ജയും മാംസവും ആഗ്രഹങ്ങളുമുള്ള ഒരു സ്ത്രീയാണ് അവരും. ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കുക, കുത്തി നോവിക്കാതിരിക്കുക. ശവത്തെ കുത്തരുത് എന്ന് പറയില്ലേ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ കിടന്ന് സംസാരിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. എങ്കിലും ചില സമയത്ത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മാരകമായിട്ടുള്ള അസുഖം അവർക്ക് വന്നു. അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ ലഭിച്ച ആനന്ദങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന തരത്തിലാണ് ആ ഒരു അസുഖം വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അവർക്ക് ഒരു വാക്കിൻ്റെ എങ്കിലും സപ്പോർട്ടുമായിട്ട് ജനങ്ങളെല്ലാവരും കൂടെ വേണമെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഘട്ടത്തിലാണ് നമ്മളെല്ലാം ഉപകരിക്കേണ്ടത്. പക്ഷേ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെ കുത്തി നോവിക്കുന്നത് നിസാര പ്രശ്നമല്ല. അങ്ങനെ ആരും ചെയ്തുകൂടാ, അതൊരു മഹാപാപമാണ്. നമുക്കവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, വാക്കുകൊണ്ടോ പണം കൊണ്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ, വഴിതിരിഞ്ഞു പോയ ആ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്സാരമെന്ന് കരുതരുത് ശരീരത്തിലെ മുഴകളെ, പ്രത്യേകിച്ച് മാറിടത്തിലുണ്ടാകുന്ന ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറാണ് ഇന്ത്യയിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന്. 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 30 വയസ്സിനൊക്കെ മുമ്പ് തന്നെ 25 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാമോഗ്രാം ചെയ്ത് നോക്കണം. അതൊക്കെ അത്യാവശ്യമാണ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നുണ്ട്. അത് നേരത്തെ കണ്ടെത്തണം എന്ന് മാത്രം. ഗർഭാശയകള ക്യാൻസർ ആണെങ്കിലും ഒരുപാട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആദ്യമാദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ചികിത്സ തേടണം. ഈ ആർത്തവമുള്ള സ്ത്രീകളൊക്കെ വിചാരിക്കും ആർത്തവത്തിൻ്റെതായിരിക്കും, മാസത്തിൽ 2-3 പ്രാവശ്യം ആർത്തവമാണെന്ന് വിചാരിക്കും ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ. പക്ഷേ ആ ബ്ലീഡിങ് അങ്ങനെ ആയിരിക്കില്ല, അത് അബ്നോർമലാണ്. അങ്ങനെ ഒരു ബ്ലീഡിങ്, യൂട്രസ് ബ്ലീഡ് ചെയ്യുന്നത് അബ്നോർമലാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം. മാസത്തിൽ 3-4 പ്രാവശ്യം ആർത്തവം വരുന്നതാണ് എന്ന് കരുതി നിസ്സാരമായിട്ടിരിക്കരുത്. വയറിൽ, അടിവയറ്റിലും നടുവിലും ഒക്കെ ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള വേദനകൾ, അതിനോടൊപ്പം ബ്ലീഡിങ്, നമ്മുടെ തൂക്കത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഹോർമോൺ ചേഞ്ചസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. യൂട്രസ് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നവർക്ക് നിസാര പ്രശ്നങ്ങളല്ല, അത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടാകുന്നത്. സ്ത്രീകൾ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കൃത്യസമയത്ത് ഏറ്റവും ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചാൽ ഈ രോഗങ്ങളെയൊക്കെ നമ്മുടെ വരുതിയിലാക്കാൻ കഴിയും. എന്താണെങ്കിലും രേണുസുധിയുടെ രോഗാവസ്ഥയിൽ വളരെ ദുഃഖമുണ്ട്. ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാവിധ പ്രാർത്ഥനകളും ശീതളസം കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. കാരണം ഇവിടെ എൻ്റെ കുടുംബത്തിലുള്ളത് കുറേ നന്മയുള്ള മനുഷ്യരാണ്. എന്തൊക്കെ തെറ്റ് ഒരാൾ ചെയ്തെന്ന് പറഞ്ഞാലും, തെറ്റായ പാതയിലൂടെ പോയെന്ന് പറഞ്ഞാലും, അവർ വല്ലാത്ത ഒരു മോശം അവസ്ഥയിലാണ്, മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് തള്ളാനും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയാനും കഴിയുന്ന മനക്കെട്ടിയുള്ളവരൊന്നും നമ്മുടെ കുടുംബത്തിലില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ രേണുസുധി ഇനി മുതൽ ഉണ്ടായിരിക്കണം. എത്രയും പെട്ടെന്ന് രോഗമുക്തി ആകട്ടെ രേണു എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.